ആ സഞ്ചി ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ സഞ്ചി അതാ ഒരു ഭാഗത്ത് ചുരുണ്ട് കിടപ്പുണ്ട്. അതിലൊന്നും തന്നെ കാണാനും കഴിഞ്ഞില്ല. പിന്നെയും എവിടെയെങ്കിലും എന്തെങ്കിലും അവശേഷിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആരുടെ വീട്ടിലെ അവസ്ഥയായി പറയുന്നത്, ആരുടെ കാര്യമായി പറയുന്നതെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും ഇങ്ങനെ പരിശോധിക്കുകയാണ്, എന്തെങ്കിലും കാണുമോ എന്ന പ്രതീക്ഷയോടെ. അവസാനം നിരാശയോടെ തിരിച്ചു വന്നിട്ട് നബി തങ്ങളോട് അബൂ ഹുറൈറ പറയുന്നുണ്ട്, അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരനായ ആളല്ലയോ നബിയേ? അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ ഈ കാണുന്ന പർവ്വതം മുഴുവൻ അല്ലാഹു അങ്ങേക്ക് സമ്പത്താക്കി പരിവർത്തിപ്പിച്ചു തരൂല്ലേ? ഈ കാണുന്ന മല മുഴുവൻ സ്വർണമാക്കി അങ്ങേക്ക് അല്ലാഹു മാറ്റിത്തരുമല്ലോ നബിയേ. പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് കഴിയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുപാട് കൂടി വന്നപ്പോ പടച്ചവനെ തന്നെ മറന്നുപോയി ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആലോചിക്കണേ, അല്ലാഹുവിന്റെ തിരുദൂതർ അവിടുന്ന് ആഗ്രഹിച്ചു പോയാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമല്ലോ. അവിടുന്ന് ആഗ്രഹിച്ചാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമല്ലോ. പക്ഷേ മുത്തുനബി തങ്ങൾ അബൂ ഹുറൈറയോട് പറയുന്ന മറുപടി, മാലി വലിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത അശ്ശജറ. അബൂ ഹുറൈറ, ഈ ദുനിയാവിൽ എനിക്ക് എന്ത് ജീവിതമാണുള്ളത്? ഈ ദുനിയാവിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ നീ സങ്കടപ്പെടുന്നത്? അത് വേണ്ട അബൂ ഹുറൈറ. കാരണം എന്തേ? ഈ ദുനിയാവിന്റെ മുകളിൽ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത അശ്ശജറ, ഒരു മരച്ചുവട്ടിൽ തണൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയ യാത്രക്കാരനെ പോലെയല്ലാതെ, അല്പനേരത്തെ വിശ്രമത്തിന് വേണ്ടി ഒരു മരത്തണലിൽ, ഒരു വെയിറ്റിംഗ് ഷെഡിൽ, ഒരു ആലയത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയല്ലാതെ ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, അതല്ലേ ദുനിയാവിന്റെ അവസ്ഥ.